ഇപ്പം നമ്മൾ വാഴ വെച്ചിട്ടേ ഇതിപ്പോൾ എത്രാമത്തെ മാസം കുറച്ചേ? ജൂൺ 1 8ാമത്തെ മാസം കുറച്ചു. ഒരു കണക്കിന് ഈ വാഴക്കൃഷി എന്ന് പറഞ്ഞാൽ ശരിക്ക് വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രശ്നമാണ്. ഈ തണ്ട് തുരപ്പം പുഴുവാണ് വ്യാപകമായിട്ട്. ഇത് എത്ര അടി അകലത്തിലാണ് നമ്മൾ വാഴ വെച്ചിരിക്കുന്നത്? 2 മീറ്റർ അല്ലേ? പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ വടക്കേറ്റമായ കരിവള്ളൂരിനടുത്ത് ഓണക്കുന്ന് എന്ന സ്ഥലത്താണ്. അപ്പോൾ പുതിയതായിട്ട് വാഴ കൃഷി ചെയ്ത 2 കർഷകരെ അടുത്താണ് നിൽക്കുന്നത്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഇത് പേരെന്ന് പറയാം രവീന്ദ്രൻ, റവന്യൂന്ന് റിട്ടയർഡ് ചെയ്ത ആളാണ്. അടുത്തതായിട്ട് നമ്മളെ പോലീസ് SI ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. സാറിൻ്റെ പേര് മുരളി ആണ്. അവർ ആദ്യമായിട്ട് ഒരു കൃഷിയിലേക്ക് കടന്നു വന്നതാണ്. അപ്പോൾ പല സംശയങ്ങളുണ്ടായിരുന്നു അവർക്ക്. ഒരു സംശയം ഉള്ളതിൻ്റെ പേരിൽ തീർക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് ഇപ്പോൾ. അപ്പോൾ നല്ല ഒരു തോട്ടം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറയും. ഇത് വാഴ വെച്ചിട്ട് എത്ര മാസമായി? ഒക്ടോബർ 2025 ഒക്ടോബർ 1 ഒക്ടോബർ ആദ്യം വെച്ചല്ലേ? ആദ്യം വെച്ച്. അപ്പോൾ ഇത് എത്ര അടി അകലത്തിലാണ് നമ്മൾ വാഴ വെച്ചിരിക്കുന്നത്? 2 മീറ്റർ അല്ലേ? ഇഷ്ടംപോലെ വിത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആദ്യമായിട്ട് വലിയ കുഴി എടുത്തിട്ടാണോ വെച്ചത്? 50 സെൻറ്റിമീറ്റർ ആഴത്തിൽ. 50 സെൻറ്റിമീറ്റർ ആഴത്തെ കുഴി എടുത്തിട്ട് എന്നിട്ട് അതിനകത്ത് എന്നാ ചെയ്തത് നിങ്ങൾ ആദ്യം? അതിനകത്ത് അടിപൊളിയായിട്ട് പിന്നെ ഇത് വേപ്പുണ്ണാക്കിട്ടു. അത് കുറച്ച് പച്ചില ഇട്ടു, കുമ്മായി ഇട്ടു, പിന്നെ പച്ചില ഇട്ടു, വേപ്പുണ്ണാക്കിട്ടു. ഈ വാഴക്കന്ന് വെക്കുന്ന സമയത്തോ? കന്ന് വെക്കുന്ന കുറച്ച് ജൈവവളം ഇട്ടല്ലേ? മഗ്നീഷ്യം ആ ടൈപ്പ് ഇതില്ലേ ഒരു പേരിന് ഇതാകുമ്പോൾ നമ്മൾ ചെറിയ ഇതിട്ടിട്ട് മറന്ന പേര് ഓർമ്മയില്ല. ഫുള്ള് ജൈവ കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വയൽ പ്രദേശമാണ്, നിങ്ങൾ നോക്കിയാൽ അറിയാം. പൂഴി പ്രദേശമാണ് ഈ ഭാഗമല്ല. വയൽ പ്രദേശമല്ല, പൂഴി പ്രദേശമാണ്. നമ്മുടെ നാട്ടിൽ കിഴക്കൊക്കെ സാധാരണ കാണുന്ന പോലെ എക്കൽ മണ്ണെന്നല്ല, നല്ല വളക്കൂറ് കുറച്ച് കുറവാണ് ഈ പൂഴി ഒക്കെ ആയത് കാരണം. ചില സമയത്ത് വെള്ളക്കെട്ടൊക്കെ ഉണ്ടാവും അല്ലേ? വെള്ളക്കെട്ട് ചില ഫുള്ള് കാട ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ മദ്രാസ് പോയപ്പോൾ ഇത് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കാൻ വേണ്ടി നമുക്ക് തന്നതാണ്. നമുക്കൊരു ഐഡിയ തോന്നി ഇങ്ങനെ ആലോചിച്ചിട്ടൊരു കൃഷി ഇറക്കിയതാണ്. അപ്പം വെറുതെ കിടന്ന സ്ഥലം അവർ തെളിക്കാൻ കൊടുത്തത്, അവർ അങ്ങനെ കൃഷി ചെയ്ത് അവരിപ്പം വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ വാഴ വെച്ചിട്ടേ ഇതിപ്പോൾ എത്രാമത്തെ മാസം കുറച്ചേ? ജൂൺ 1 8ാമത്തെ മാസം കുറച്ചു. നല്ല ഇതാണ്. അപ്പോൾ നല്ല പരിചരണമായിരുന്നു. ഡെയിലി വരും, വെള്ളം ഒഴിക്കും, ദിവസം വെള്ളം ഒഴിക്കും. വളം എത്ര ദിവസം കൂടുമ്പോൾ ചെയ്യുന്നത്? ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യും. ഒരു മാസത്തിലൊന്നല്ലേ? അത് ഏതാ വളം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് പിന്നെ 100 ഗ്രാം പൊട്ടാഷ്, 50 ഗ്രാം യൂറിയ. അത് മാത്രം യൂറിയ അല്ലേ? ഫസ്റ്റ് ടൈമിൽ ഒരു മാസം കഴിഞ്ഞിട്ട് കുറച്ച് കോഴിവളം ഇട്ടായിരുന്നു. അതിന് വേറൊന്നും ചെയ്തില്ല. പിന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് കൃത്യ ഡേറ്റിന് തന്നെ 100 ഗ്രാം പൊട്ടാഷ്, 50 ഗ്രാം യൂറിയ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട്. കോഴിവളം നല്ലതാണ്. വാഴ കൃഷിക്കാരെല്ലാം പൊതുവെ ചെയ്യുന്നതാണ് കോഴിവളം. അപ്പോൾ 8ാം മാസം വാഴ കൊലച്ചു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കൊല കൊത്താൻ നിങ്ങൾ നോക്കിയാൽ അറിയാം, നല്ല കൊലകളാണ്. നല്ല എനിക്കിഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ. എല്ലാം ഏകദേശം ഒരേപോലെയുള്ളത് വാഴയാണ്. അപ്പോൾ കൊല കൊത്താനായി ഓണ വിപണിക്ക് ഉഷാറായിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 15-20-25 കിലോയ്ക്ക് മേലെ കിട്ടുമായിരിക്കും തോന്നുന്നു അല്ലേ? ആവറേജ് കിട്ടുമായിരിക്കും. ആവറേജ് 20 കിലോ എന്തായാലും കിട്ടും. ഇത് എത്ര വാഴയുണ്ട്? 130 വാഴ. ഒരു 5-10 കളക്കാനുണ്ട്. അത് മാവിൻ്റെ കീഴിൽ വെയിലുണ്ടാത്തതുകൊണ്ട്, സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ടാണ്. ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവർ അധികം നമ്മൾ കമ്പ് കൊടുക്കാണ്ട് വള്ളിയാണ് കെട്ടിയിരിക്കുന്നത്. വള്ളി കെട്ടി കാറ്റിൽ നിന്ന് മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി കവിളിൽ നോക്കിയതുകൊണ്ടാണ്. വളരെ ശ്രദ്ധിച്ച് കവിളിൽ എല്ലാം കയറ് കെട്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് അതുകൊണ്ട് വളരെ ഇത് ഊർന്നു പോകുന്നതായിരിക്കും അല്ലേ? മേലല്ലേ കിട്ടും സാധനം അല്ലേ? ഇതിപ്പോൾ ഇതിനകത്ത് വേണി വേണമല്ലോ അതിന് മേലെ കയറാൻ വേണ്ടി. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ ഈ ആഴ്ച മുതൽ കൊല കൊത്താൻ തുടങ്ങുന്നല്ലേ? അപ്പോൾ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മോട്ടിവേഷൻ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കിട്ടിയത് കഴിഞ്ഞാൽ സംതൃപ്തി. ഒരു കണക്കിന് ഈ വാഴക്കൃഷി എന്ന് പറഞ്ഞാൽ ശരിക്ക് വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രശ്നമാണ്. ഈ തണ്ട് തുരപ്പം പുഴുവാണ് വ്യാപകമായിട്ട്. അത് അവസാനം കർഷകനെ സങ്കടത്തിലാക്കുന്ന ഒരു ഇതാണ് സംഭവം.
പക്ഷെ അങ്ങനെ എന്തോ അത് തൊണ്ട ചെറുപ്പം നമുക്ക് വന്നില്ല. മറ്റൊരു രാസവളം ഉപയോഗിച്ചിട്ടുമില്ല. എന്തോ നമ്മളെ വൈകൊണ്ടായിരിക്കാം. പിന്നെ ഈ കാർഷിക മേഖലയിൽ ഒരു മുൻപരിചയം നമുക്കില്ല. കാർഷിക കുടുംബം തന്നെ, അച്ഛൻ കൃഷിക്കാരനായിരുന്നു. ആ ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ. ഇവനും അതെ. അപ്പം ആ ഒരു പരിചയത്തിൻ്റെ പേരിൽ ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് അതിൽ തുടങ്ങിയതാണ്. ടൈം പാസിന് തുടങ്ങി. ടൈം പാസ്. പക്ഷേ നിങ്ങൾ ടൈം പാസ് തുടങ്ങിയാലും സാധാരണ സ്ഥിരമായിട്ട് ഒരു വാഴക്കൃഷി ചെയ്യുന്ന ഒരു തോട്ടം പോലെയുണ്ട്. ഒന്നാമത് നല്ല നീറ്റാണ്, നല്ല നീറ്റായിട്ട് നിങ്ങൾ ഇലയെല്ലാം മുറിച്ച് നല്ല ക്ലീനാക്കി നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ തോട്ടം കാണുമ്പോൾ തന്നെ ആരെയും ആകർഷിക്കുന്ന ഒരു ഇതാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾക്ക് ഈ ഭാഗത്തൊക്കെ അറിയാം, നമ്മൾ പലരും കൃഷിയിലേക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ അടുത്ത് കന്ന് കൊണ്ടുവരുന്നുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന വാഴക്കന്ന് വെച്ചതാണ്, കൃഷി ചെയ്തതാണ്. ചോദിച്ചിരുന്നു ഇത് കന്ന് എവിടുന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വൈപ്പരത്തിലെ ഒരു ഫാമെന്ന് കിട്ടിയ മനുഷ്യ കന്നാണ്, വീട്ടുപാളയം കന്നാണ്. ചോദിച്ചിട്ടുണ്ട് കന്ന് ഒരു പടി ആളാവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഇപ്പം ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ തടിതുരപ്പൻ പുഴു ഉണ്ടെങ്കിൽ നമ്മൾ നടുന്ന് ഒരു 2-3 ഇലയാകുമ്പോൾ തൊട്ട് നമ്മൾ ചെറിയ പൊടിക്കൈ കിടക്കും. ഒന്നെങ്കിൽ വേപ്പുമിണ്ണൊക്കെ നല്ല വേപ്പുമിണ്ണ ഓരോ സ്പൂണ് കവിളിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഉപ്പും ചാരവും ഇട്ട് കഴിഞ്ഞാൽ നല്ലതെന്ന് പറയുന്നുണ്ട്. സോപ്പ് ഇട്ടു. അത് നല്ലതാണ്. അങ്ങനെയൊക്കെയുള്ള ഇതിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. കാരണം ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വാഴയ്ക്ക് അത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എപ്പം നമ്മൾ വാഴ നട്ടാലും പിടിക്കും. പൂവും വാഴയ്ക്കും നേന്ത്രവാഴയ്ക്കാണ് സാധാരണ കണ്ടുവരുന്നത്. അപ്പം നമ്മൾ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ഇത് വരത്തില്ല. നമ്മളിത് കഷ്ടപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ഈ തടിതെറുപ്പം പുഴുവിൻ്റെയൊക്കെ ഇത് അറിയുന്നത് വെച്ചിട്ട് വാഴ ഒന്ന് മേലെ വന്നിട്ട് ഒടിയുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇലയെല്ലാം പഴുത്തിട്ടുണ്ടാവും. അന്നേരം നോക്കുമ്പോൾ ഇതെല്ലാം കയറിയിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ ഞങ്ങളെന്ന് വെച്ചാൽ ദിവസം ഈ ഒടിഞ്ഞ ഇല അന്നേരം തന്നെ വെട്ടിക്കളയും. അത് ചേർത്ത് കളയാൻ നല്ല കാര്യം. അതാണ് ഇത്രയും എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തിരിയും, ആ സാധനം ഉണ്ടെങ്കിലും മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തു. അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഈ കൃഷിയിലേക്ക് കടന്ന് വരുന്ന ആൾക്കാരോട് എന്താ നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാനുള്ളത്? നമുക്ക് നിർദ്ദേശം നിങ്ങളുടെ അനുഭവങ്ങളാണല്ലോ. അതെ, ആത്മാർത്ഥമായിട്ട് നമുക്ക് വളരെ ആത്മാർത്ഥയോടെ ചെയ്യണം. ഇങ്ങനെ ആർക്കും കൊണ്ട് ചെയ്ത് കാര്യം കൃത്യമായിട്ട് ടൈം ബേസിൽ അതിന് ചെയ്യേണ്ട കാര്യം ചെയ്തു കൊടുത്താലും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഏത് ഉദ്യമത്തിൽ നമുക്ക് എന്തായാലും വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസമുണ്ട്. അത് ഇത്രയും ഞങ്ങളെ വെച്ചാൽ കാർഷിക പാരമ്പര്യം ഇല്ലാത്ത, കൃഷി പരിചയമില്ലാത്ത നമുക്ക് ഇങ്ങനെ ആവുമെങ്കിൽ എന്തായാലും മറ്റേ കൂടുതൽ കൃഷിയിലൊക്കെ തീർച്ചയായും വിജയിക്കാൻ പറ്റും. അതുണ്ട്, പരിചയക്കാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാണാം. നമ്മുടെ ഈ ഇതിൽ വന്ന് ഞങ്ങളുടെ ഈ കൃഷിക്കാരുമായിട്ട് ഒരു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനും കാണിച്ച സമ്മതിച്ച് നന്ദി പറയാം. ഓക്കെ, അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.